ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ JEE സെക്കൻഡ് ഫേസ് എക്സാമിന് വേണ്ടിയിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏപ്രിൽ 2-ാം തീയതിയാണ് നമ്മുടെ എക്സാം നടക്കുന്നത് അല്ലേ. സോ എല്ലാവരും അതിൻ്റെ തീവ്രമായിട്ടുള്ള പഠിത്തത്തിൽ തന്നെയാണെന്നും അറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ടോപ്പിക് മോക്ക് എക്സാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എക്സാമും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എക്സാമൊക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് പറയാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം എക്സാം എഴുതുന്നെങ്കിൽ നമുക്ക് എന്തായാലും പ്രാക്ടീസ് മസ്റ്റ് ആണ് അല്ലേ. സോ എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. സോ അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ കരുതുക. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് ശീലിക്കുക. ഇനി നമ്മൾ തിയറി പഠിച്ച് പുതിയതായിട്ട് നമ്മൾ തിയറി പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുന്നോട്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് തിരിച്ചറിഞ്ഞെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് സൊല്യൂഷൻ നോക്കുക. സോ അപ്പോൾ അവിടെ നമുക്കൊരു തിയറി മിസ്സായിട്ടുണ്ടാകാം മേ ബി. സോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിയറി പഠിച്ചു പോകാനാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് നമുക്കറിയാം തിയറി ബേസ്ഡ് തന്നെയാണ്. സോ അത് നിങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് മൈൻഡ് മാപ്പ് ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ഇക്വേഷൻസും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് സഹിതം അല്ലേ. സോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഇക്വേഷൻസ് മാത്തമാറ്റിക്സിനകത്ത് കൂടുതലുണ്ട് അല്ലേ. പല ചാപ്റ്ററിലും ഇക്വേഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചു എന്നൊന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണ്, സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റർ ഒക്കെ സ്ട്രോങ് ആണല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് വീക്കിൻ്റെ പുറകെ പോവാതെ സ്ട്രോങ് ആയിട്ടുള്ളത് ഒന്നും കൂടെ സ്ട്രോങ് ആക്കണം. കാരണം നേരത്തെ പഠിച്ചു വെച്ചത് ചില സമയത്ത് നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ലാസ്റ്റ് അത് എപ്പോഴും ഒന്നുകൂടെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വീക്കായിട്ടുള്ളത് ആദ്യം മുതൽ പഠിക്കാൻ നിൽക്കരുത്. അതിനകത്ത് ഇപ്പോൾ ഒരു ചാപ്റ്റർ വീക്കാണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിനകത്തെ എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, അത് നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കാം. സോ ലാസ്റ്റ് മൊമെൻറ്റ് ഇനിയും പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റാണ്. ചൂടാണോ മഴയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ രണ്ട് ക്ലൈമറ്റും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. സോ പല അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തൊക്കെ കളിച്ച് നടക്കാനൊക്കെ പോകുന്നത് ഒന്ന് കുറച്ചിട്ട് ഒന്ന് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത് ഇരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഫുഡ് കഴിച്ച് ഹെൽത്ത് വളരെയധികം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഉറക്കം, ഈ ഒരു കാര്യം നോക്കണം. ലാസ്റ്റ് മൊമെൻ്റാണ്, ഇനി ഒരു അവസരമില്ല എന്നുള്ളൊരു റഷ് എടുത്തിട്ട് നമ്മളുടെ ബോഡീനെയും ഫിസിക്കൽ ആയിട്ടും മെൻ്റലായിട്ടും നമ്മൾ വീക്കാക്കിയിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ശരിയാവുന്നൊരു കാര്യമല്ല. നമ്മൾ ഏറ്റവും എന്ത് റിസൾട്ടിന് വേണ്ടിയാണോ നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്ന് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പഠിക്കുക എന്നുള്ളത് ഇനിയും ചെയ്യാനുള്ളൂ. കോൺഫിഡൻസ് ആണ് നമ്മുടെ കീ എന്ന് പറയുന്നത് അല്ലേ. സക്സസിൻ്റെ കീ കോൺഫിഡൻറ്റ് തന്നെയാണ്. സോ നമ്മൾ എത്രമാത്രം വെൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു അത്രമാത്രം നല്ല രീതിയിൽ നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ ഒന്നുകൂടെ ലാസ്റ്റ് പറയുകയാണ്, ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ സെറ്റായിട്ടുണ്ട്, മനസ്സിലുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആക്കുക. ഇക്വേഷൻസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതിലൂടെ എല്ലാം തിയറി ആണെങ്കിൽ പോലും കാണാതെ പഠിക്കാതെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഇതാണ് കോൺസെപ്റ്റ് എന്നുള്ളത് ഒന്ന് സെറ്റാക്കി വെക്കണം. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാം, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഒന്നുകൂടെ സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇപ്പം നടക്കുന്ന ഫുൾ ടോപ്പിക് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ മാർക്ക് വളരെ കുറഞ്ഞേക്കാം. പക്ഷേ അത് ഓർത്ത് പാനിക് ആവുകയേ വേണ്ട. അതിനകത്ത് ചിലപ്പോൾ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പോൾ വരുന്നത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ദെൻ ടഫായിട്ടുള്ളത് അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ നോക്കുക, എങ്ങനെയാണത് വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ ഈ രീതിയിലാണ് മുന്നോട്ട് പഠിച്ചു പോവുക. സോ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. 2-ാം തീയതി നമ്മൾ എക്സാം എഴുതാൻ പോകേണ്ടതാണ്. ആ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ എഴുതാൻ ഇപ്പോഴേ നമ്മൾ കോൺഫിഡൻറ്റോടെ മനസ്സ് നല്ല പോസിറ്റീവാക്കി വിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.